അങ്ങനെ നമ്മുടെ വിസ്മയ മോഹൻലാലിന്റെ തുടക്കം എന്ന സിനിമ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സിനിമ വിജയിച്ചു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പല ഭാഗത്തു നിന്നും വിസ്മയ മോഹൻലാലിനെതിരെ സൈബർ ആക്രമണങ്ങളാണ് ചില കൂട്ടറുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിലർ എന്ന് ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പിടികിട്ടിക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വിസ്മയ മോഹൻലാലിന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു പരാമർശവുമായി ബന്ധപ്പെട്ടിട്ട് ലാലേട്ടന്റെ ഏറ്റവും അടുത്ത ഉറ്റ ചെങ്ങായിയൊക്കെ ആയിരുന്ന 2-3 സിനിമകളൊക്കെ എടുത്ത് അവസാനം ചാണാക്കുഴിയിൽ പോയി വീണ് തലച്ചോറ് ചാണകമായി മാറിയിട്ടുള്ള ഒരു രവിയണ്ണനുണ്ടല്ലോ. ഈ രവിയണ്ണന് നമ്മുടെ ശാന്തിവിള ദിനേശൻ ചേട്ടൻ കൊടുത്ത മറുപടി കിഡിലനായിരുന്നു കേട്ടോ, മാസായിരുന്നു. കാരണം ഇതുപോലെ വേണം അണ്ണാക്കിൽ അടിച്ചു കൊടുക്കണം. എവിടെയും മതവും ജാതിയും നോക്കി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ ഇന്നലെ തുടക്കം വന്ന സിനിമയുടെ റിവ്യൂ ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ താഴെ വന്നിട്ട് ഒരുപാട് വേട്ടാവളിയന്മാർ കമൻ്റ് ഇടുന്നുണ്ട്. കാരണം ഞാൻ പോസിറ്റീവ് പറഞ്ഞു, ഞാനൊരു ജിഹാദി ആയതുകൊണ്ടും സംഘപരിവാർ വിസ്മയെ എടുത്തിട്ട് കീറുന്നത് കൊണ്ടുമാണ് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് പറഞ്ഞെന്നാണ് ഈ ഊളകൾ വന്നിട്ട് പറയുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല, തലയ്ക്കകത്ത് ചാണകമാണല്ലോ. ഇവിടെ രവിയണ്ണന് നല്ല ആറ്റം പണി, മുട്ടം പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സിനിമ, ഒരു ചെറിയൊരു കണ്ടന്റ്, അതിനെ വളരെ രസകരമായ രീതിയിലാണ് ജൂഡ് ആന്റണി പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരിന്റെ മകൻ ആശിഷ് ചെയ്തിരിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് കേട്ടോ, കിട്ടില്ല കഥാപാത്രം, ഒന്നും പറയാനില്ല. ചെക്കൻ പൊളിച്ച് വേറെ ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ പുള്ളിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കഥാപാത്രം നമ്മൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ചില ക്രിമിനൽസ് ഉണ്ടല്ലോ, അതായത് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ അഴിച്ച് സ്വന്തം വീട്ടുകാരെയോ അല്ലെങ്കിൽ കൂടപ്പുറപ്പിനെ പോലും തിരിച്ചറിയാതെ കൊന്നുകളയുന്ന കുറെ ആളുകളെ നമ്മൾ കണ്ടു. അങ്ങനത്തെ ഒരു ഭീകര കഥാപാത്രം. പുള്ളിക്ക് ഡയലോഗൊന്നുമില്ല, അവസാന ആ ക്ലൈമാക്സിൽ മാത്രം ഒരു ചെറിയ ഡയലോഗുള്ളൂ. പക്ഷെ പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ്, പുള്ളിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് വേറെ ലെവലട്ടാ. എന്താണ് ജൂഡ് ഉദ്ദേശിച്ചത് അതിനെക്കാട്ടി കൂടുതലായിട്ട് ഈ ചെക്കൻ കൊടുത്തു എന്നുള്ള കിട്ടില്ല കഥാപാത്രം. ഇനി വിസ്മയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ടൈം പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല. പുള്ളിക്കാരി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരി കുൻഫു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പഠിച്ചിട്ടുള്ളതാണല്ലോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമയുടെ കഥ പറയുന്നതും. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ഇതുപോലത്തെ ചില ക്രിമിനൽസിൽ നിന്നുണ്ടാകുന്ന ചില അനുഭവങ്ങളൊക്കെ പങ്കുവച്ചിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് അപ്പം ആ കുട്ടികൾക്കൊക്കെ വലിയൊരു മോട്ടിവേഷനായിട്ടാണ് ഈ ഒരു സിനിമ വന്നിരിക്കുന്നത്. വലിയൊരു കൊമേഴ്ഷ്യൽ വാല്യൂ ആയിട്ടുള്ള ചിത്രമോ അല്ലെങ്കിൽ വലിയ ഭീകര സംഭവം അങ്ങനെയൊന്നുമല്ല. ഒരു ചെറിയ സിനിമ ഫാമിലി ആയിട്ട് തിയേറ്ററിൽ വന്ന് ബോറടി ഇല്ലാതെ കണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു ചിത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റിവ്യൂ പറഞ്ഞത്. പിന്നെ ഈ കോക്കിനെ പോലൊക്കെ ഇങ്ങനെ കീറി മുറിച്ച് ഉപ്പും മുളകും തേച്ച് പൊരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. ഞാനൊരു നോർമൽ ഓഡിയൻസ് ആണ്. ആ ഒരു ഓഡിയൻസിൻ്റെ ലെവലിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ സിനിമ കാണുന്നത്. എന്തായാലും നമ്മുടെ ശാന്തിവിള ചേട്ടൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, കാണാതെ പോരുതേട്ടാ, കിഡിലം വീഡിയോ കണ്ടോ. അല്ലാതെ മേജർ രവിയിൽ മോഹൻലാലിന്റെ വേണ്ടപ്പെട്ട ആളൊന്നുമില്ല. അത് വെറും തെറ്റിദ്ധാരണ അയാൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജാണ്. അതൊന്നുമില്ല. അങ്ങനെ ഉള്ളെങ്കിൽ അയാൾ എമ്പുരാൻ സിനിമ കണ്ടിട്ടേ മല്ലികയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചേച്ചിക്ക് അഭിമാനിക്കാൻ മോനെ കുറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രജിത്തിനെയും കയറി കെട്ടിപ്പിടിച്ചിട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിരുന്ന് പറഞ്ഞത് രാജ്യദ്രോഹ സിനിമയാണിത്. ഒരു ക്യാരക്ടറോളം പറയൂ ഇല്ല. അതുപോലെയാണ് ഇപ്പം കേരളത്തിലെ DYFI യൂത്ത് കോൺഗ്രസും എല്ലാവരും പോയി, പിള്ളേരെല്ലാം പോയി ഈ പടം കാണണം. കാരണം മേജർ രവി പോലെ വിവരം കേട്ട ഒരുത്തം പറഞ്ഞതിന് മറുപടി കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ പ്രോഗ്രാമിൽ കഴിഞ്ഞ ഞായറാഴ്ച പറഞ്ഞു. അത് വലിയ വിജയമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മലയാളി അത്ര മണ്ടനൊന്നുമല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഒരു പാർട്ടിയുടെ മാത്രം അച്ഛൻ്റെ വകയൊന്നുമല്ല. രാജ്യസ്നേഹം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉള്ള രാജ്യസ്നേഹം. മേജറെ പോലെ ഒരു പോട്ടാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് ചുട്ട മറുപടി കൊടുക്കണം മലയാളി, എങ്കിലേ നമ്മൾ മലയാളിയാവും. ഇവൻ ഏത് പടമാണ് ചെയ്തത്? ആ ഒരു പടം ചെയ്തത് കൊണ്ടാണോ ഇവൻ സംവിധാനം? കേരളത്തിലെ 3,60,00,000 പേരല്ലേ ഒരു സിനിമ ചെയ്ത എത്ര പേരുണ്ട്? കേരളത്തിലെ 3,60,00,000 പേരിൽ 3,60,00,000 പേരിൽ ഒരു പടം ചെയ്തവർ 5,000 പേര് പോലും വരട്ടെ, അതിലൊരാളായി. എന്ന് മാത്രമല്ല, സംവിധാനം ചെയ്ത പടങ്ങളെല്ലാം സൂപ്പർ ഹിറ്റ് ആക്കിയ, തിരക്കഥ എഴുതിയ എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആക്കിയ, നിർമ്മിച്ച എല്ലാ സിനിമയും സൂപ്പർ ഹിറ്റ് ആക്കിയ ലാലിനെ ഡയറക്ട് ചെയ്തവനാണ് ഞാൻ. ലാൽ എന്ന് പറഞ്ഞൊരു വലിയ മനുഷ്യനെ ഡയറക്ട് ചെയ്ത ആളാണ് ഞാൻ. ഈ പറയുന്ന ചാണക തലയന്മാർക്കൊന്നും ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരെണ്ണം എടുത്ത് കാണിക്കട്ടെ. സത്യമല്ലേ? ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമന്റുകളാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം മനോഭാവം വെച്ച് നടക്കുന്ന കുറെ ആളുകൾ സിനിമയിൽ, അതായത് നല്ലൊരു കലയെ പോലും അതിനകത്തേക്ക് വിഷം കലർത്തുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു കട്ട മമ്മൂട്ടി ഫാനാണ്. കാരണം അദ്ദേഹത്തിന്റെ സിനിമകളെയും അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെയൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത്. എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള നടന്മാരെ ഇഷ്ടമല്ല എന്നൊന്നുമല്ല. അവരുടെ പടങ്ങളൊന്നും ഞാൻ തിയേറ്ററിൽ പോയി കാണാതെ ഇരിക്കില്ല. ഏത് സിനിമ ഇറങ്ങിയാലും ഞാൻ ആ സിനിമ കാണും, അത് ആരുടെ ആണെങ്കിലും കാണും. പക്ഷെ ചില ആളുകൾ മാത്രം
സെലക്റ്റീവാണ്. കാരണം ഇന്ന ആളുടെ സിനിമ മാത്രമേ തിയേറ്ററിൽ പോയി കാണത്തുള്ളൂ. ആ ഒരു മനോഭാവം എനിക്ക് എന്തായാലും ഇല്ല. എന്നാലും നമ്മുടെ ശാന്തിവിള ദിനേശൻ ചേട്ടൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അത് പൊള്ളിയാണ് കേട്ടാ. ഇങ്ങനെ വേണം, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ തന്നെ മറുപടി കൊടുക്കണം. നമ്മുടെ മലയാളികൾ പൊള്ളിയാണെന്ന് പറയുന്ന ചുമ്മാന്നുമല്ല. കാരണം വർഗീയതയ്ക്കെതിരെയും ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് വരുന്നവർക്കെതിരെയൊക്കെ ശക്തമായി ആഞ്ഞടിക്കുന്ന ഒരു ജനവിഭാഗം മലയാളികൾ. അതുകൊണ്ട് തന്നെ ഞാനൊരു മലയാളിയാന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വലിയൊരു അഭിമാനവും കൂടിയാണ്. സിനിമ നൈസ് സിനിമയാണ്, നല്ലൊരു സിനിമയാണ്. തിയേറ്ററിൽ പോയി ഫാമിലി ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ചിത്രം. പ്രത്യേകിച്ച് ഇവരുടെയൊക്കെ പെർഫോമൻസ്, ഇതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു പോലീസ് സ്റ്റേഷൻ സംഭവമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനോജ് കെ ജയൻ, അതുപോലെ തന്നെ ജാഫർ ഇടുക്കിയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോലീസ് കഥാപാത്രം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. എസ്പെഷ്യലി എല്ലാവരും പെർഫോം ചെയ്തിരിക്കുന്നവരെല്ലാവരും നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈവൻ ലാലേട്ടൻ്റെ ക്യാമിയോ റോള് വരെ നല്ല രീതിയിൽ തന്നെ സിനിമയ്ക്ക് എത്തിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു സിനിമ. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഞാൻ പോസിറ്റീവ് റിവ്യൂ തന്നെ പറഞ്ഞത്. എന്തായാലും ഒരു പ്രിയപ്പെട്ടവരെ, സിനിമ കണ്ടവരാണ് നിങ്ങളെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. കൂട്ടത്തിൽ നമ്മുടെ ശാന്തിവിള ദിനേശൻ കൊടുത്തതിനുള്ള മറുപടിയും കൂടെ അയക്കുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.